ക്ഷേത്ര ആചാരങ്ങളും വിശ്വാസങ്ങളും തകർക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരെ ശക്തമായ സമരവുമായി ഹൈന്ദവ സംഘടനകൾ. ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ കാലങ്ങളായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ദേവസ്വം ബോർഡിന് കീഴിലെ കെട്ടിടത്തിൽ മാംസം പാചകം ചെയ്യുന്നതടക്കം ആചാര അനുഷ്ഠാന വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ക്ഷേത്ര കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങൾ ലീസിലൂടെ ഇതര മതസ്ഥർക്ക് കൈമാറുന്നതിന് ദേവസ്വം ബോർഡ് കൂട്ടുനിൽക്കുന്നുവെന്നും ആരോപണമുണ്ട്. ഇത്തരം ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തൃപ്രയാർ കപിലാശ്രമത്തിലെ സ്വാമി തേജസ്വരൂപാനന്ദ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ നിയമസംഹിതകളും ദേവസ്വത്തിന്റെ വിജ്ഞാപനവും നിയമസംഹിതകളും ലംഘിച്ചുകൊണ്ട് ദേവസ്വത്തിൽ നിന്ന് അന്ന് 5 കോടി രൂപ സർക്കാരിന്റെ ഫണ്ടിലേക്ക് എന്ന് പറഞ്ഞു കൊടുത്തു. അത് പോട്ടെ, സമൂഹത്തിന് വേണ്ടി സമൂഹത്തിന് ദുരന്തം വന്ന സമയത്ത് സമൂഹത്തെ സഹായിക്കുന്നതിൽ ഒരു ഹിന്ദുവും പുറകോട്ട് നിൽക്കില്ല. സഹായിക്കുന്ന തുക എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടു. സഹായിക്കാൻ വേണ്ടി വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളെ അഹമഹമികയെ സഹായിച്ചിട്ട് അത് അവിടെ എത്തിയെന്ന് നമുക്കൊക്കെ അറിയാം. നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്, കള്ളക്കണക്കുകൾ വായിക്കുന്നുണ്ട്. ദുരന്തത്തിൽ നിന്നും കൈയിട്ട് വരാൻ മടിയില്ലാത്ത രാഷ്ട്രീയ വൈതാളികന്മാരെ വേതാളങ്ങളെ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രങ്ങൾ നശിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ ശക്തമായ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും സ്വാമി പറഞ്ഞു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് പോലീസ് തടഞ്ഞു. ദേവസ്വം ബോർഡ് അനാസ്ഥ തുടരുകയാണെങ്കിൽ വരും നാളുകളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ജനം, തൃശൂർ.